വനം വകുപ്പിനെതിരെ പ്രതിഷേധ സമരവുമായി ഇടുക്കി കുറത്തിക്കുടി ഉന്നതിയിലെ ആളുകൾ. ആദിവാസി ഉന്നതിയുടെ വികസനത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ച് മാങ്കുളം പെരുമ്പൻകുത്തിലെ മച്ചിപ്ലാവ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഔട്ട് പോസ്റ്റ് ഉപരോധിച്ചു. ഉന്നതിയിലേക്ക് ബസ് എത്തുന്നതിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നു, വന്യമൃഗശല്യം തടയുന്നതിൽ നിസ്സംഗത പുലർത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളുമായിട്ടാണ് പ്രതിഷേധക്കാർ എത്തിയത്. കുറത്തിക്കുടിയിലെ ആദിവാസി ഉന്നതിയിലെ സ്ത്രീകളും പ്രായമായവരുമടങ്ങുന്ന ആളുകൾ പ്രതിഷേധവുമായി മാങ്കുളം പെരുമ്പൻകുത്തിലെ മച്ചിപ്ലാവ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഔട്ട് പോസ്റ്റിന് മുമ്പിലേക്ക് എത്തിയത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡാണ് കുറത്തിക്കുടി. കുറത്തിക്കുടി ഉന്നതിയുടെ വികസനത്തിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം. കുറത്തിക്കുടി പെരുമ്പൻകുത്ത് റോഡിലൂടെ പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിന്റെ കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് താഴിട്ട് പൂട്ടിയിട്ടേ മടങ്ങുമെന്ന് പ്രതിഷേധക്കാർ നിലപാടെടുത്തു. പ്രശ്നപരിഹാരത്തിനായി ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തണമെന്ന ആവശ്യമുന്നയിച്ച് സമരക്കാർ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുറത്തിക്കുടി ഉന്നതിയിലേക്ക് ബസ് സർവീസ് തുടങ്ങുന്നതിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നു. ഉന്നതി വഴി കടന്നു പോകുന്ന റോഡുകളുടെ വികസനം വനംവകുപ്പ് തടയുന്നു. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നത് വൈകുന്നു തുടങ്ങി വിവിധ ആരോപണങ്ങളാണ് പ്രതിഷേധക്കാർ മുമ്പോട്ട് വെച്ചത്. വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഇതൊക്കെയാണ് വന്യമൃഗശല്യമായിട്ട് ഞങ്ങൾക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിവിധ ഫോറസ്റ്റുകാരുടെ ഇപ്പോൾ റേഞ്ച് ഓഫീസറോടും നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോടും റിപ്പോർട്ടുകളോടും നമ്മൾ ഇങ്ങനെ ആവശ്യപ്പെടുകയും അവരോട് പറയുകയും ഓഫീസിൽ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിട്ടും അവർ ഇന്ന് വരെയായിട്ട് ഈ പെൻഷനിങ്ങിന് ഫണ്ടുണ്ട്. ആ ഫണ്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 1.5-2 വർഷക്കാലമായി അവരിതുവരെ അത് ഇടാനോ അതിലത് ചെയ്യാനോ ഇന്ന് വരെയായിട്ട് തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം ഒരാളെ കൊന്നു കഴിയുമ്പോഴത്തേക്കും അവരോട് നേരത്തെ പറയുണ്ടായി, ആർക്കെങ്കിലും ഒരാൾക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ ഈ കുടിക്ക് നമ്മൾ കാല് കുത്തിക്കുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം ഞങ്ങൾക്ക് ഫോറസ്റ്റുകാർ മാത്രമാണ്. രാവിലെ 10-ന് ആരംഭിച്ച പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടു. 100 ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. സമരം കൂടുതൽ ശക്തിയാർജിച്ചതോടെ അടിമാലി, മൂന്നാർ, വെള്ളത്തൂവൽ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തി. സമയം ഉച്ചയോടടുത്തതോടെ പ്രതിഷേധക്കാർ അരി ഉൾപ്പെടെ എത്തിച്ച് ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റിന് സമീപം കഞ്ഞിവെച്ചും പ്രതിഷേധിച്ചു. ഇതിനിടെ പ്രശ്നം ചർച്ച ചെയ്യാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തി. വനംവകുപ്പ് തങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന പരാതി പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. പെർമിറ്റ് ലഭിച്ചാൽ ബസ് സർവീസിന് വനംവകുപ്പ് തടസ്സം നിൽക്കില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ അറിയിച്ചു. കാട്ടാനശല്യം പ്രതിരോധിക്കുന്നതിനുള്ള ഫെൻസിംഗ് നിർമ്മാണമടക്കം വേഗത്തിലാക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.